ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരു സിനിമയുടെ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് അനേകം പേർ ഇന്ന് പല ചർച്ചകളും നടത്തി വരികയാണ്. ഇന്ന് സിനിമാ ലോകത്തിൽ അനേകർ ഇന്ന് ക്രിസ്ത്യൻ പേരുകൾ സിനിമയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരു വലിയ തെറ്റായി നമ്മൾ കാണുന്നില്ല. ഷൗമേൽ കുളത്തിൽ ചാടി, ഇല്ലെങ്കിൽ പത്രോസ് മീൻ പിടിച്ചു, ഇല്ലെങ്കിൽ അവൻ തൂങ്ങിച്ചത്തു, യൂദാസ് തൂങ്ങി നിൽക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സിനിമയിലെ പേരുകൾ എന്ന് തോന്നുന്നത്. എന്തൊക്കെ പുതിയ പുതിയ പേരുകളുണ്ട്. ഇനി നിങ്ങൾക്ക് പേരുകൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ 10 പേര് പറഞ്ഞുതരാം. അപ്പൊ ഈ നാളുകളിൽ സിനിമാക്കാർക്കെല്ലാം ക്രിസ്ത്യാനികളെ മേൽ കുതിര കയറാനുള്ള കുറച്ച് ചാൻസുകൾ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് നമുക്ക് കാണാനായി കഴിയുന്നത് സിനിമാ സംവിധായകൻ നാദിർ ഷാ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പുതിയ സിനിമ ഉണ്ടാക്കുകയാണ്. അതിന്റെ പോസ്റ്ററുകളൊക്കെ പുറത്തു വന്നു. അതിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്ക് നോട്ട് ഫ്രം ദ ബൈബിൾ, അതായത് നോട്ട് ഫ്രം ദ ബൈബിൾ എന്ന് അദ്ദേഹത്തിന്റെ ആ സിനിമ പോസ്റ്ററിൽ ഉണ്ട്. അപ്പോൾ അതോടൊപ്പം ക്രിസ്ത്യാനികൾ ആരാധിക്കുകയും പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പേരാണ് ഈശോ. അപ്പോൾ ഇപ്പോൾ പല ദൈവികദാസന്മാരും അതുപോലെ സഭാ ശുശ്രൂഷകന്മാരും ബിഷപ്പുമാരും അനേകം മെയിൻലൈൻ സഭകളൊക്കെ ഉപയോഗിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട് ഈശോ. അത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്ക് തന്നെയാണ് ഈശോ. ആ വാക്ക്, അതേ വാക്കെടുത്ത് അദ്ദേഹം ഒരു സിനിമയുടെ പേര് കൊടുത്ത് അതിനുശേഷം അവിടെ താഴെ എഴുതി വെക്കുകയാണ് നോട്ട് ഫ്രം ദ ബൈബിൾ. അപ്പൊ നിങ്ങൾ ഒരു പേര് കൊടുക്കുകയാണ്, നിങ്ങൾ പേര് കൊടുത്തോ, പ്രശ്നമില്ല, വേറെ പ്രശ്നമില്ല. പക്ഷേ നിങ്ങളുടെ മതത്തിലെ ഒരാളിനെ പറ്റി നിങ്ങളുടെ മതത്തിലെയോ മറ്റൊരു മതത്തിന്റെയോ പേരെടുത്ത് നിങ്ങൾ ഒരു പോസ്റ്റർ ഇതുപോലെ അടിച്ചിറക്കിയിട്ട് ഇത് അവരുടെ പരിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ളതല്ല എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയുമോ? ഇതിൽ എനിക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ സിനിമാക്കാരുടെ പുറകിൽ എലിമിനിറ്റീസ് എന്ന് പറയുന്ന ഒരു സംഘം ഒളിഞ്ഞിരുന്ന് ഫണ്ടിങ് ചെയ്യുന്ന, ഒളിഞ്ഞിരുന്ന് ഫണ്ടുകൾ കൊടുക്കുന്ന ഒരു സംഘം ആൾക്കാർ ഈ സിനിമാക്കാർക്ക് പുറകിൽ ഉണ്ട് എന്നതാണ് സത്യം. അവരുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്ത്യാനികളെ ഒതുക്കുക, ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യുക. ഈ പേര് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേൾക്കുകയാണ്, എലിമിനേറ്റീസ്. ആ എലിമിനേറ്റീസ് എന്ന് പറയുന്ന ആൾക്കാർ ഈ നാദിർ ഷാ, സംവിധായകൻ നാദിർ ഷായ്ക്കും അതുപോലെ ഈ സിനിമയ്ക്കും ഒക്കെ ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഞങ്ങൾ അത് ഊഹിക്കുന്നത്. ഞങ്ങൾ ഇതിനെപ്പറ്റി നോക്കുമ്പോൾ ഈശോ എന്നുള്ള പേര് ഉപയോഗിച്ചു, ഓക്കെ. പക്ഷേ നോട്ട് ഫ്രം ദ ബൈബിൾ എന്ന് പറഞ്ഞാൽ ആർക്കോ ഇത് ബൈബിളിൽ നിന്നാണോ എന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഞങ്ങൾ ഇത് ബൈബിളിൽ നിന്ന് എടുത്ത പദമല്ല എന്ന് പറയാം. ഇത് ഈ വാക്ക് ഈശോ എന്നുള്ള വാക്ക് ഒരു അസീറിയൻ നെയിമിൽ നിന്ന് വരുന്ന ഒരു വേർഡാണ്. അപ്പോൾ ഇത് ബിബ്ലിക്കൽ ഒറിജിൻ തന്നെയാണ്. ഈ വാക്ക് ബിബ്ലിക്കൽ ഒറിജിൻ തന്നെയാണ്. അതിന്റെ അർത്ഥം സൺ ഓഫ് ഗാഡ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സൺ ഓഫ് ഗാഡ് എന്നുള്ള ഒരു വാക്കിനെ, ആ അർത്ഥം വരുന്ന വാക്കിനെ താങ്കൾ സിനിമയിലെ പേരായി ഉപയോഗിക്കുകയും താങ്കൾ അതിന്റെ താഴെ ഇത് ബൈബിളിൽ നിന്ന് അല്ല എന്ന് പറഞ്ഞ് ബൈബിളിനെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണത താങ്കൾ ഉണ്ടാക്കിയെടുത്തത് ക്രിസ്ത്യാനികളിൽ അങ്ങേയറ്റം വേദന ഉളവാക്കുന്നത് തന്നെയാണ്. ഇനി മതപുരോഹിതന്മാർ ഇത് സംസാരിച്ചില്ല എന്ന് കരുതിയോ, അല്ലെങ്കിൽ ഇവിടെ ആരും നിങ്ങളെ അടിക്കാനോ ഇടിക്കാനോ വരില്ല എന്ന് കരുതി ക്രിസ്ത്യാനികളെ ഞെക്കി പിഴിഞ്ഞങ്ങ് എടുത്ത് കളയാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ശരിയായി പോകുകയില്ല. അപ്പൊ ഈ നാളുകളിൽ എന്താണ് നടക്കുന്നത്? നമ്മുടെ സഭകൾക്കെല്ലാം നിങ്ങളുടെ ഈ ഫണ്ടിങ്ങിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പോൾ സിനിമകൾക്ക് വേണ്ടി എലിമിനേറ്റീസ് എന്ന് പറയുന്ന ഒരു സംഘം, അത് ഒളിഞ്ഞിരുന്ന് ഭരണം നടത്തുന്ന ഒരു ടീമാണ്.
ഒളിഞ്ഞിരുന്ന് ഭരണം നടത്തുക. അത് പൊളിറ്റിക്കലിൽ ഉണ്ട്, അതുപോലെ സിനിമാ ലോകത്തിലുണ്ട്, അതുപോലെ പല തരത്തിലുള്ള വ്യാവസായിക രംഗങ്ങളിൽ ഈ എലിമിനേറ്റീസ് സ്വാധീനം വെച്ചിട്ടുണ്ട്. ഇതൊരു സത്യം തന്നെയാണ്. ആർക്കും ഇത് ഖണ്ഡിക്കാൻ കഴിയത്തില്ല. ഈ എലിമിനേറ്റീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വ്യാവസായികമായി മുന്നോട്ട് നിൽക്കുന്ന കമ്പനികൾക്ക് അവർ പണം കൊടുക്കുകയും ഈ എലിമിനേറ്റീസ് കുറെ നാളുകൾ കഴിയുമ്പോൾ ആ കമ്പനികൾ പിടിച്ചടക്കുകയും അതിന്റെ ഭരണം അവർ എടുക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ അവർ പല പൊളിറ്റിക്കൽ രംഗങ്ങളിലുള്ളവരുടെയും ഭരണങ്ങളെ കയ്യിലെടുത്ത് ഒതുക്കുവാൻ ഒരു ടോപ്പ് ലെവലിൽ, വേൾഡ് ലെവലിൽ ഇരുന്നു കൊണ്ട് എലിമിനേറ്റീസ് എന്ന് പറയുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അത് പൊളിറ്റിക്കലിനകത്തും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് സിനിമാ ലോകത്തിൽ ഇപ്പോൾ നാദിർഷയുടെ ഫണ്ടിങ്ങിനെ പറ്റിയൊക്കെ ഒന്ന് എല്ലാവരും ബന്ധപ്പെട്ടവരൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. കാരണം ഇദ്ദേഹത്തിന് ഫണ്ടിങ് കൊടുത്തത് ഒളിഞ്ഞിരുന്ന് ഭരിക്കുന്ന എലിമിനേറ്റീസ് തന്നെയായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം ഇത്തരത്തിൽ പല ക്രിസ്ത്യൻ പേരുകൾ കൊടുത്ത് ക്രിസ്ത്യാനികളുടെ ബലത്തെ കുറയ്ക്കുവാനും അവർക്കുള്ള അംഗീകാരത്തെ കുറയ്ക്കുവാനും അവരുടെ ആ ഒരു നല്ലൊരു നിലയിൽ നിൽക്കുന്ന ആ ഒരു സമാധാന രംഗങ്ങളെ കുറയ്ക്കുവാനും ഒക്കെ ഇവർ കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു പദ്ധതി തന്നെയാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ഈ ടാഗിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഈ സംവിധായകനെ എന്തെങ്കിലും പറയണമെന്ന് വരികയോ, സംവിധായകനും നമ്മളും ഒക്കെ നമുക്ക് ആർക്കും അറിയില്ല. സംവിധായകൻ ആരാണ്, ഇനി സിനിമാകാരന്മാർ ആരാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പേരുകൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു മതത്തെ വ്രണപ്പെടുത്തുവാനോ, ആ മതത്തിന്റെ വിശ്വാസത്തെ തകർക്കുവാനോ, ആ മതത്തിന്റെ അപ്പോൾ നിങ്ങൾ പറയും ഈശോ എന്നുള്ള പേര് അത് എല്ലാവർക്കും ഉണ്ടല്ലോ, ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ. പക്ഷേ ഇത് ഒറിജിൻ ബൈബിളിക്കൽ ഒറിജിൻ നെയിം തന്നെയാണ്. നിങ്ങൾ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഇതിന്റെ അർത്ഥം സൺ ഓഫ് ഗോഡ് എന്ന് തന്നെയാണ്. ഈ അർത്ഥം വരുന്ന വാക്കെടുത്ത് വെച്ചിട്ട് ഇത് ബൈബിളിൽ നിന്നല്ല എന്ന് പറഞ്ഞാൽ ഈശോ ബൈബിളിൽ നിന്നല്ലെന്നാണ് അതിന്റെ അർത്ഥം. ഈശോ ബൈബിളിൽ നിന്നല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ്? നിങ്ങൾ അത് വ്യക്തമാകട്ടെ. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിലിരുന്ന് ഒളിഞ്ഞിരുന്ന് ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്. ഒരു ക്രിസ്ത്യാനികളെ അതിനകത്തുള്ള രംഗങ്ങൾ എന്താണ്, ചാട്ടം, പാട്ട്, ആട്ടം, അതൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ പോസ്റ്ററിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് നോക്കുമ്പോൾ ഈശോ ബൈബിളിൽ നിന്ന് അല്ല എന്ന് ഉദ്ദേശിക്കുന്ന തരത്തിൽ, ഈശോ ബൈബിളിൽ നിന്നല്ല, ഈശോ ബൈബിളിൽ നിന്നല്ല എന്ന് ഉദ്ദേശിക്കുന്ന തരത്തിലും ആ ആശയം കാണിക്കുന്ന തരത്തിലുമുള്ള ഒരു പ്രധാനപ്പെട്ട വാക്ക് തന്നെയാണ് നിങ്ങളുടെ പോസ്റ്ററിൽ വച്ചിരിക്കുന്നത്. അത് ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാകും. അരിയാഹാരം കഴിക്കുന്ന ഏവനും മനസ്സിലാകും. ഇനി പിന്നെ ചപ്പാത്തി കഴിക്കുന്നവനാനും മനസ്സിലാകും. ഇപ്പം നമ്മള് പലരും ഷുഗറും BP ഒക്കെ ഉള്ളതുകൊണ്ട് ചപ്പാത്തിയൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പൊ എന്തായാലും പലരും ഈ തരത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ ഈ ശൗമേൽ കുളത്തിൽ ചാടി ശൗമേൽ തുണിപൊക്കി നിൽക്കുകയാണ്, ശൗമേൽ ഇനി പിന്നെ ഇങ്ങനെ അത് ചെയ്യുകയാണ്, ഇല്ലെങ്കിൽ യൂദ കെട്ടിത്തൂങ്ങി നിൽക്കുകയാണ്, ഇല്ലെങ്കിൽ മറ്റവൻ അവിടെ തിരിഞ്ഞു നോക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പുതിയ 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 സംവിധാനങ്ങൾ ബൈബിളിൽ നിന്ന് എടുത്ത് ബൈബിളിനെ ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രവണത ചില സംവിധായകന്മാരിൽ ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് നീയൊക്കെ വെള്ളം കുടിക്കാതെ 2 വർഷം ഇരുന്നത്. അത് കഴിഞ്ഞ നാളുകളിൽ പലതരത്തിൽ ഈ രംഗം, ഈ സിനിമാ രംഗം പലതരത്തിൽ ക്രിസ്ത്യാനികളെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പേരിന്റെ അർത്ഥം പലർക്കും മനസ്സിലാവും. ഈ പേരിന്റെ അർത്ഥം എന്തുവാ? ഈശോ ബൈബിളിൽ നിന്നല്ല, ഈശോ ബൈബിളിൽ നിന്നല്ല. നീ വ്യക്തമായി അവിടെ സംസാരിക്കുകയാണ്. ബൈബിളിലെ യേശുവിനെ നീ അവിടെ കുറച്ച് കാണുകയാണ്. ബൈബിളിലെ യേശുവിനെ ഈ സിനിമയുടെ പോസ്റ്ററിലൂടെ നീ അത് വ്യക്തമായി കാണിക്കുകയാണ്. ഇത് ആരുടെ ഒളിഞ്ഞിരിക്കുന്ന തന്ത്രമാണെന്ന് നാം മനസ്സിലാക്കണം. ഇത് ആരുടെ തന്ത്രമാണ്? ഇവർക്ക്, ഈ നാദിർഷയ്ക്കും ടീമിനും ഈ സിനിമാ ടീമിനും പുറകിൽ ഒരു എലിമിനേറ്റീസ് എന്ന് പറയുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഈ എലിമിനേറ്റീസ് എന്നുള്ള സംഘം ഈ സിനിമകൾക്ക് വേണ്ടി പണം ചെലവാക്കി ക്രിസ്ത്യാനികളെ ഭൂരിഭാഗവും അവരെ ആക്രമിക്കുവാനും അവരെ ഇല്ലായ്മ ചെയ്യുവാനും അവരെ ദ്രോഹിക്കുന്ന തരത്തിലും അവരുടെ പരിശുദ്ധമായ വാക്കുകളും അവരുടെ വേദത്തെയും ഒക്കെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഈ നാളുകളിൽ ഈ സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്.
ഇത് നാം ഓരോ ക്രിസ്ത്യാനികളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ പേരിൽ നിങ്ങൾ സിനിമ കാണിക്കുമോ എന്ന് ചോദിച്ചാൽ, നമുക്ക് തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് കാണാം ഇത് കാണിക്കുമോ ഇല്ലയോ. ഒരു സംഘം, ഈ എല്ലാ സഭകളും ഇതിന് എതിരായി പ്രതികരിക്കുക തന്നെ ചെയ്യും. കാരണം ഈ പോസ്റ്ററിൽ നിങ്ങൾ മറഞ്ഞിരുന്ന് ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പറയും ഒരു 2 വാക്കാണല്ലോ, ചെറിയ വാക്കല്ലേ, അങ്ങ് എഴുതി പോട്ടെ, കുഴപ്പമില്ലല്ലോ. എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇതിലൊരു വലിയ കുഴപ്പം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇവരുടെ പുറകിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത്തരത്തിൽ പോസ്റ്റർ അടിച്ച് കാണിച്ചാൽ ഇത്ര ലക്ഷവും ഇത്ര കോടിയും കൊടുക്കാമെന്ന് പറയുന്ന ചില ടീമുകൾ ഇവർക്ക് പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ പറ്റിയൊക്കെ നമ്മൾ അന്വേഷിക്കണം. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ക്രിസ്ത്യാനികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇത്തരത്തിൽ ക്രിസ്ത്യാനികളെ ലോകം മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന എലിമിനേറ്റീസ് എന്ന് പറയുന്ന ഒരു സംഘം, ഒളിഞ്ഞിരുന്ന് ഭരിക്കുന്ന ഒരു സംഘം ടീമുകൾ ഇതിന് പുറകിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ സിനിമാ പോസ്റ്ററിൽ എന്താണ് കുഴപ്പം. ഈശോ എന്ന് വെക്കാലോ, ഈശോ എന്ന് പറയുന്ന പലരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ഈശോ യാക്കോബ്, ഈശോ തേയിലത്തോട്ടം, ഈശോ അത് ഇതെന്ന് പറഞ്ഞ് പല പേരുകളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈശോ എന്ന് വെക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഒന്നും കൂടെ നമ്മൾ വായിക്കണം. ഈശോ നോട്ട് ഫ്രം ദ ബൈബിൾ. ഇത് അതെ, യേശു ബൈബിളിൽ നിന്ന് അല്ല. അത് ചെറുതായിട്ട് ബൈബിളിൽ നിന്നല്ല എന്ന് ചെറുതായിട്ട് രേഖപ്പെടുത്തി, മനുഷ്യരുടെ മനസ്സിനകത്ത് ഈശോ ബൈബിളിൽ ഇല്ല, ആ ഒരു സത്യം അതൊരു സത്യമല്ല എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ ഈ പോസ്റ്ററുകൾ ഇറക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പല ഫിനാൻഷ്യൽ ലാഭങ്ങളും നോക്കിക്കൊണ്ട് ക്രിസ്ത്യാനികളെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സിനിമയ്ക്കകത്ത് പാടുകയോ ആടുകയോ നൃത്തം ചെയ്യുകയോ, നിങ്ങൾ അതിനകത്ത് എന്ത് വേണമെങ്കിലും പറയുകയോ ഒക്കെ ചെയ്തോ, അതിനകത്തുള്ള വിഷയം ഞാനിവിടെ സംസാരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. പക്ഷേ ഈ പോസ്റ്ററുമായി ബന്ധപ്പെട്ട നിലയിൽ ക്രിസ്ത്യാനികൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, പല സിനിമകളുടെ പോസ്റ്ററുകളിലും പല ക്രിസ്ത്യൻ നെയിം ട്രെൻഡിങ് ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ടാഗ് ലൈൻ കൊടുക്കുക എന്നുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാരുടെ മനസ്സിനെ പിടിച്ചെടുക്കാനായിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഈ ഒരു മതത്തിനെ ഇങ്ങനെ കരിവാരി തേച്ചു കഴിഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് ഫണ്ട് തരുന്നത്? അത് നിങ്ങൾ വ്യക്തമാക്കണം. നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും പല സംഘങ്ങൾ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നതിന് വേണ്ടി പുറകിൽ ഫണ്ടിങ് കൊടുത്തുകൊണ്ട് നിങ്ങളെ സിനിമയുണ്ടാക്കി ഇറക്കി, നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സംഘങ്ങൾ നിങ്ങളെ ഉപയോഗിക്കുന്നു. അത്തരത്തിൽ ഞങ്ങൾ അത് സംശയിക്കുകയാണ്. ഇത്തരത്തിൽ ഞങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ഇതിനെ പറ്റിയൊക്കെ ലോകപരമായിട്ടുള്ള പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഒരു സിനിമ ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ഫണ്ടിങ് വേണം. ഈ ഫണ്ടൊക്കെ എവിടെ നിന്നാണ്? അപ്പോൾ ഈ ഫിനാൻഷ്യൽ സോഴ്സുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ലോകമെമ്പാടും വിശ്വാസികളുള്ള, ലോകമെമ്പാടും കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം മക്കളെ, ഒരു കൂട്ടം ആൾക്കാരെ, വിശ്വാസികളെ അവർക്ക് വിരോധമായി സംസാരിക്കുന്ന തരത്തിൽ പോസ്റ്ററുകൾ ഉണ്ടാക്കുമ്പോൾ, അവർക്ക് വിരോധമായി സംസാരിക്കുന്ന തരത്തിൽ സിനിമയുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭമുണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം. അവിടെ എന്താണ് ലാഭം? നിങ്ങൾക്ക് പിറകിലിരുന്ന് അത് മറഞ്ഞിരുന്ന് ഭരിക്കുന്ന എലിമിനിറ്റീസ് പോലുള്ള സംഘങ്ങൾ നിങ്ങൾക്ക് എന്ത് കൊടുക്കുന്നു? ഫിനാൻസ് കൊടുക്കുന്നു, പണം കൊടുക്കുന്നു. അത് വ്യാവസായ രംഗത്തും കൊടുക്കുന്നുണ്ട്, അത് പൊളിറ്റിക്കൽ രംഗത്തും പലയിടത്തും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നാളുകളിൽ സിനിമാ രംഗത്തിലും അതേ തരത്തിൽ പ്രവർത്തിക്കുന്ന എലിമിനേറ്റീവ് ടീമുകൾ ഇന്ന് നമ്മുടെ കേരളക്കരയിലും ഇന്ത്യയിലും പല ലോക രാജ്യങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ.
അപ്പോൾ അവർ മറഞ്ഞിരുന്നു കൊണ്ട് അവരുടെ ലക്ഷ്യം മറ്റുള്ള പലരിലൂടെയും അത് നിവർത്തിക്കുകയാണ്. അത് തന്നെയാണ് ഈ പോസ്റ്ററിലൂടെ നമുക്ക് കാണാനായി കഴിയുന്നത്. എല്ലാവരും ഞാൻ ഇന്ന് കണ്ട എല്ലാ ഡിസ്കഷനിലും ആൾക്കാർ പറയുന്നത് ഈശോ എന്നുള്ള പേരാണല്ലോ ഉപയോഗിച്ചത്. അവിടെ ഒരു വലിയ സത്യമുണ്ട്. ഈശോ ബൈബിളിൽ ഇല്ല. നമ്മളൊക്കെ എന്താ ബുദ്ധിയില്ലാത്തവരാണോ? ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ബുദ്ധിയില്ലാത്തവരാണോ? നിന്റെ പോസ്റ്റർ കണ്ടാലേ മനസ്സിലാകുമല്ലോ. ഈശോ ഈ ബൈബിളിൽ ഇല്ല എന്നുള്ള, ബൈബിളിൽ നിന്ന് അല്ല എന്നുള്ള സത്യത്തെ നീ വിളിച്ചു പറയുകയാണ്. ആ സത്യത്തെ വിളിച്ചു പറയുന്ന തരത്തിലുള്ള അവിടെയും കൊള്ളരുത് ഇവിടെയും കൊള്ളരുത്, നമുക്ക് ഫണ്ടും വരണം. കാരണം ഈ പോസ്റ്ററുകൾ കാണിച്ചാലേ, അതുപോലെ സിനിമയ്ക്കകത്ത് കുറച്ച് ക്രിസ്ത്യാനികൾക്ക് വിരോധമായി സംസാരിച്ചാലേ മറ്റവൻ ഫണ്ട് കൊടുക്കും. മനസ്സിലായില്ലേ? ഇത്തരത്തിലുള്ള ഫണ്ട് കളക്ഷനുകൾ നടത്തുന്നതിന് വേണ്ടി, ഇത്തരത്തിലുള്ള നെരുകെട്ട രംഗങ്ങൾക്ക് വേണ്ടി ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നത് ശരിയുള്ള കാര്യമല്ല. ഇന്ന് ക്രിസ്ത്യൻ പേരുകൾ ട്രെൻഡിങ് ആണ്. ഇന്ന് ക്രിസ്ത്യൻ പേരുകളാണ് സിനിമയ്ക്ക് ട്രെൻഡിങ്. ഇന്ന് ആരഭിനയിച്ചാലും ആരും തന്നെ എതിർക്കുന്നില്ല. വലിയ മഹാന്മാരായ നടന്മാരും കൂടെ ഞങ്ങൾ ഈ മതത്തിന് വിരോധമായി സംസാരിക്കുവാനായി ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ അതിനുവേണ്ടി മുമ്പോട്ട് വരത്തില്ല, ഈ പേര് ശരിയല്ല എന്ന് പറയത്തില്ല. അവർക്കും ഫണ്ട് വേണമല്ലോ, അവർക്കും പൈസ വേണമല്ലോ. അപ്പോൾ ഇത് പണത്തിന് വേണ്ടി ചെയ്യുന്ന ക്രിസ്ത്യാനികളെ അപമാനപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം, ഇപ്പൊ പലരും പറയും, അയ്യോ ഈശോ നോട്ട് ഫ്രം ദ ബൈബിൾ എന്നല്ലേ, അവിടെ യേശു ഇല്ല, യേശു ബൈബിളിൽ ഇല്ല എന്നല്ലല്ലോ ഉദ്ദേശിച്ചത്, യേശു ബൈബിളിൽ നിന്നല്ല എന്നല്ലേ എന്നൊക്കെ നിങ്ങൾ പറയാം. ഇത് രണ്ടുപേർക്കും കൊള്ളാൻ പാടില്ലല്ലോ. ക്രിസ്ത്യാനികൾക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് കുഴപ്പം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചു. അതേസമയം ഇവരുടെ ഫണ്ടിങ് ചെയ്യുന്ന മഹാന്മാർ അവർക്ക് കാണുമ്പോൾ ക്രിസ്ത്യാനികൾ വിരോധമായി സംസാരിച്ചിരിക്കുന്നു, അപ്പോൾ നമുക്ക് ഇവർക്ക് ഫണ്ട് കൊടുക്കാം. ഇത്തരത്തിലുള്ള ക്രിസ്ത്യാനികൾക്ക് വിരോധമായുള്ള നിങ്ങളുടെ മറഞ്ഞിരുന്നു കൊണ്ട് ആക്രമിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ നിങ്ങൾ നിർത്തേണ്ടത് ആവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ സിനിമയിൽ നിങ്ങൾ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങളുടെ മതത്തിലുള്ള നേതാക്കന്മാരുടെയും മഹാന്മാരുടെയും നിങ്ങളുടെ ദൈവത്തിന്റെയും ഒക്കെ പേര് കൊടുത്ത് നിങ്ങൾ എന്തുകൊണ്ട് സിനിമ ഇറക്കുന്നില്ല? നിങ്ങൾക്കതിന് ധൈര്യമുണ്ടോ? ധൈര്യമില്ല. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല. ഇന്ന് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് എല്ലാവരും പറയും, ഈശോ ശരി ക്രിസ്ത്യാനികൾക്ക് വിരോധമായി പ്രവർത്തിച്ചു, അത്ര തന്നെ. പക്ഷെ അതിന്റെ പുറകിലുള്ള സത്യത്തെ നാം തിരിച്ചറിയണം. ഇവർക്ക് വേണ്ടി ഫണ്ട് കൊടുത്തുകൊണ്ട് ഈ സിനിമാ ലോകത്തെ വെച്ച് ഈ ക്രിസ്ത്യാനികളെ അപമാനപ്പെടുത്തുവാനും ക്രിസ്തീയ രംഗത്തെ അപമാനപ്പെടുത്തുവാനുമായി ഫണ്ട് കൊടുക്കുന്ന ഒരു വലിയ ടീം, ഒരു വലിയ ഒളിഞ്ഞിരുന്ന് കൊണ്ട് പ്രവർത്തിക്കുന്ന, ക്രിസ്ത്യാനികൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു ടീം ഈ ലോകത്തിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. അവരുടെ പിടിയിലാണ് ഈ സിനിമ സംവിധായകന്മാർ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി കുറെ പേര് അയ്യോ ഞങ്ങൾ അങ്ങനെയല്ല, നമുക്ക് അങ്ങനെയല്ല, നിങ്ങൾ വ്യക്തമാക്കട്ടെ. ഈ പേര് പിൻവലിക്കണം. എന്തായാലും ഈ പേര് ഒരു കൂട്ടം ക്രിസ്തീയ മക്കൾ, അതായത് മെയിൻ ലൈൻ സഭകൾ, റോമൻ കാത്തലിക്കും ഓർത്തഡോക്സും പോലുള്ള വലിയ സഭകൾ ഉപയോഗിക്കുന്ന ഒരു മെയിനായിട്ടുള്ള പ്രാർത്ഥനയ്ക്കും അവരുടെ ദൈവത്തിന്റെ പേരുകൾ പറയുവാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പേര് തന്നെയാണ് ഈശോ. ഈ ഈശോ എന്നുള്ള പേരെടുത്തുകൊണ്ട് സിനിമയ്ക്ക് ഇട്ടുകൊണ്ട് അവിടെ നീ ഈശോ എന്നിട്ടോ പ്രശ്നമില്ല, ബട്ട് നോട്ട് ഫ്രം ദ ബൈബിൾ എന്നുള്ള വാക്കിനെ അവിടെ എന്തുകൊണ്ട് കൊണ്ടുവന്നു? അതിൽ സംശയം നമുക്കുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഈ പ്രവണത സിനിമാ ലോകം അവസാനിപ്പിക്കണം. ഈ തരത്തിലുള്ള ഒളിഞ്ഞിരുന്ന് മറഞ്ഞിരുന്നു കൊണ്ട് ക്രിസ്ത്യാനികളെ അങ്ങ് നശിപ്പിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ ഈ നാളുകളിൽ ദൈവം നിങ്ങളെ അങ്ങ്, പിന്നെ നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ദൈവത്തിന്റെ മുമ്പിൽ വിശ്വാസത്തോടെ നിൽക്കുന്നവർ, അവരെ അങ്ങ് ഇല്ലായ്മ ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾ പോസ്റ്റർ അടിച്ചാൽ അത് വില പോകില്ല എന്ന് തന്നെയാണ് പറയുന്നത്.
ഈ നാളുകളിൽ എന്താണ് അതിന്റെ അടുത്ത കാര്യം? ടാഗ്ലൈൻ ബിസിനസ്സുകളാണ്. ടാഗ്ലൈൻ ബിസിനസ്. അപ്പോൾ ടാഗ്ലൈൻ കൊടുക്കുകയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടും, ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള ഒരു വിഷയം. എന്തുകൊണ്ട്, എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്നത്? ഫണ്ടിന് വേണ്ടി തന്നെയാണ്. 100% അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഈ ഫണ്ടിന് വേണ്ടി തന്നെയാണ്. നിങ്ങൾ എലിമിനേറ്റീസിന്റെ ഫണ്ടുകൾ വാങ്ങി നിങ്ങൾ സിനിമകൾ ഇറക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. ആ എലിമിനേറ്റീസിന്റെ ഉദ്ദേശം എന്താണ്? എലിമിനേറ്റീസിന്റെ ഉദ്ദേശം ക്രിസ്ത്യാനികളെ അഴിക്കുക, ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യുക, ക്രിസ്ത്യാനികൾക്ക് വിരോധമായി സംസാരിക്കുക. അവർക്ക് നേരിട്ട് വന്ന് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളുടെ സിനിമകളെ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതാണ് ഞങ്ങൾ പഠിച്ചതും ഞങ്ങൾ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തതും റിസർച്ച് ചെയ്തൊക്കെ നോക്കുമ്പോൾ ഇത് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. വരുന്ന നാളുകളിൽ ഇനിയും നമ്മുടെ പിതാക്കന്മാർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരേ ഒരു കാര്യം മാത്രം, നിങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഈശോ ബൈബിളിൽ നിന്ന് അല്ല, അല്ലെങ്കിൽ ഈശോ ബൈബിളിനകത്തു നിന്ന് അല്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുവെങ്കിലും ഈശോ ബൈബിളിൽ ഇല്ല എന്നുള്ള ഒരു സത്യം, ഈശോ ബൈബിളിൽ നിന്നല്ല എന്നുള്ള ഒരു സത്യത്തെ നിങ്ങൾ ജനങ്ങൾക്കുള്ളിൽ കുത്തിവെക്കുകയാണ്. അങ്ങനെ ഒരു സത്യം എന്നുള്ള നിലയിൽ അതിനെ കുത്തിവെക്കുകയാണ്. ഈശോ ബൈബിളിൽ നിന്നല്ല എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ കൊണ്ട് ഓരോ വിശ്വാസികളെയും ഓരോ മക്കളെയും ഈ വിശ്വാസത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചു കൊണ്ടുള്ള ക്രിസ്ത്യാനികൾക്ക് വിരോധമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഈ പോസ്റ്ററിലൂടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ സിനിമയുടെ സംവിധായകന്മാരൊക്കെ വലിയ മഹാന്മാരായിരിക്കാം. പക്ഷേ നമ്മൾ ഒരു കൂട്ടം പേർ വിശ്വസിക്കുന്ന, ഇവിടെ ഇന്ത്യയിലാണ് നമ്മൾ താമസിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ അടുക്കളയ്ക്കകത്തോ നിങ്ങളുടെ വീടിനകത്തോ ഞങ്ങൾ വന്ന് താമസിക്കുന്നില്ല. ഞങ്ങളുടെ കാലുകളിൽ നിൽക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഫണ്ട് ചോദിക്കുന്നില്ല. ഈ ക്രിസ്ത്യാനികൾ ആരും വന്ന് സിനിമാക്കാരോട് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കണം, ഞങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നൊന്നും ആരും വന്ന് ചോദിക്കുന്നില്ല. അപ്പൊ ഇവിടെ ആർക്കാണ് ലാഭം? സിനിമാക്കാർക്ക് തന്നെയാണ് ഇതിന്റെ ലാഭം. എന്താണ് ലാഭം? എലിമിനേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന്, ഇവർ ഒളിഞ്ഞിരുന്ന് ഭരിക്കുന്ന ഒരു ടീമിന്റെ കയ്യിൽ നിന്ന് ഇവർ പണം വാങ്ങിക്കൊണ്ട് ക്രിസ്ത്യാനികളെ അപമാനിക്കുവാനായി രംഗത്ത് വരികയാണ്. അപ്പോൾ നമുക്ക് സംവിധായകന്മാരൊക്കെ ശ്രദ്ധിക്കട്ടെ. ഈശോ നോട്ട് ഫ്രം ദ ബൈബിൾ എന്ന ആ സിനിമയുടെ ടാഗും നിങ്ങൾ നിശ്ചയമായി റിമൂവ് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് ഇതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ദൈവത്തെയും ക്രിസ്ത്യാനികളുടെ ആ ഒരു പരിശുദ്ധമായ പേരിനെയും നിങ്ങൾ കളങ്കപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അത് തീർച്ചയായും സഭയിലെ ഒരു ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ഞാൻ ഇതിനെ ഖണ്ഡിക്കുന്നു. ഇത് നിശ്ചയമായി സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് എത്രയോ മറ്റു പേരുകളുണ്ട്. അപ്പോ മതത്തിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തുവാനും അവരെ ഇല്ലായ്മ ചെയ്യുവാനും നിങ്ങൾ ശ്രമിക്കുമ്പോൾ, അവരുടെ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുവാനായി ശ്രമിക്കുമ്പോൾ അത് ശരിയുള്ള കാര്യമല്ല. ഇത് പിൻവലിക്കുക തന്നെ വേണം എന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. അല്ലാത്ത പക്ഷത്തിൽ എല്ലാ സഭകളും നിശ്ചയമായി പ്രതികരിക്കും. അത് നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ നാളുകളിൽ ഈശോ നോട്ട് ഫ്രം ദ ബൈബിൾ എന്ന് നിങ്ങൾ വളരെ പുച്ഛത്തോടെ വളരെ ഹീനമായ നിലയിൽ ഇതിനെ പ്രതിഫലിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് ഒരു കൂട്ടം ആൾക്കാർ നിങ്ങൾക്ക് പുറകിലുണ്ട്. അവരുടെ ഉദ്ദേശം ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് സിനിമാ ലോകത്തിനകത്ത് അനേകം ഫണ്ടിങ് കൊടുത്തുകൊണ്ട് ക്രിസ്ത്യാനികളെ അപമാനപ്പെടുത്തുവാനും പരിഹാസികളാക്കുവാനുമായി ഇന്ന് പലരും അതിന്റെ പുറകിൽ ഉണ്ട്. അപ്പോൾ ഫോറിൻ കൺട്രീസിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ എലിമിനേറ്റീസ് ഈ ലോകത്തെ ഭരിക്കുവാനായി ശ്രമിക്കുകയാണ്. ഈ എലിമിനേറ്റീസിന്റെ ഫണ്ടുകൾ പറ്റുന്ന ചില സംവിധായകന്മാർ ഇന്ന് തന്നെ ചിന്തിക്കണം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ അല്ല എങ്കിൽ നിങ്ങൾ ഈ ക്രിസ്ത്യൻ പേരെടുക്കൂലല്ലോ. എത്രയോ പേരുകളുണ്ട്. നിങ്ങൾ മറ്റു മതത്തിന്റെ പേരുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. അപ്പോ നിങ്ങൾക്ക് ക്രിസ്ത്യൻ പേരുകൾ ഉപയോഗിച്ച് ക്രിസ്ത്യാനികൾക്ക് വിരോധമായി, അവരുടെ വിശ്വാസത്തിന് വിരോധമായി നിങ്ങളുടെ സിനിമകൾ സംസാരിച്ചാൽ
നിങ്ങൾക്ക് ഇവിടെ ഇൻകം അല്ല, നിങ്ങൾക്ക് പുറത്തു നിന്ന് ഇൻകം വരുന്നുണ്ട് എന്നാണ് അർത്ഥം. അത് നമ്മൾ പരിശോധിക്കണം. അതിന് ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ, മുൻപോട്ട് വരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.